വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു കിടിലൻ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ ദോശയുടെ മാവ് രാത്രി അരച്ചതിന് ശേഷം പുളിക്കാൻ വെച്ചിട്ട് രാവിലെയാണ് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാത്രി അരയ്ക്കുന്നതിന് പകരം നമ്മൾ രാവിലെ മാവ് അരച്ചിട്ടാണ് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് ഉഴുന്നും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉഴുന്നും ഉലുവയും കൂടി ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. പച്ചരി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഉഴുന്നും ഉലുവയും പച്ചരി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ദോശ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ചേർത്തിരിക്കുന്ന ഈസ്റ്റിൻ്റെ മണം ഒന്നും തന്നെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉഴുന്നും പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും ഉഴുന്നും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ബാച്ചിന് ആവശ്യമായിട്ടുള്ള പച്ചരിയും ഉഴുന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പച്ചരിയൊക്കെ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം വെച്ച് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് മാവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് ഒന്ന് അരച്ചെടുക്കണം. രണ്ടാമത്തെ ബാച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിൽ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു തവ എടുത്ത് അടുപ്പത്ത് വെച്ച് തവ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ദോശയും തയ്യാറാക്കി എടുക്കാം. അതിന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ തവ തുടച്ചതിന് ശേഷമാണ് അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയ്ക്ക് സൈഡ് ഡിഷായിട്ടൊരു ചമ്മന്തിയുടെയും തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീരയും 1 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ശകലം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും
പിന്നെ 2 വറ്റൽമുളക് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് പാകമാണോ നോക്കിയിട്ടല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഇൻസ്റ്റൻറ്റ് ദോശയും ചമ്മന്തിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ദോശ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.